കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് സംഘർഷം. പണമിടപാട് തർക്കത്തെ ചൊല്ലിയുള്ള കൂട്ടത്തല്ലിൽ KPCC അംഗം മുഹമ്മദ് ബ്ലാത്തൂരടക്കം 6 പേർക്കെതിരെ കേസെടുത്തു. ശ്രീകണ്ഠപുരം രാജീവ് ഗാന്ധി ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംഘർഷം. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഈ പണത്തെ ചൊല്ലിയുള്ള തർക്കം തന്നെയായിരുന്നു ഈ കൂട്ടയടിക്ക് കാരണം? വേണുവും KPCC അംഗം മുഹമ്മദ് ബ്ലാത്തൂരും മകൻ മർഷബും ഉൾപ്പെട്ട സംഘമാണ് യുവാവിനെയും പിതാവിനെയും മർദ്ദിച്ചത്. ഇരിക്കൂർ സ്വദേശികളായ അജിനാസിന്റെ പിതാവ് അബൂബക്കർ KP എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇതൊരു മകന്റെ, അതായത് മുഹമ്മദ് ബ്ലാത്തൂരിന്റെ മകൻ മർഷബിന്റെ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ രാജീവ് ഗാന്ധി ആശുപത്രിയുടെ മുന്നിലാണ് ഈ സംഘർഷം ഉണ്ടായത്. അവിടെ നടക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ആദ്യം മുഹമ്മദ് ബ്ലാത്തൂരും മുഹമ്മദ് ബ്ലാത്തൂരും മകനും അവിടെ എത്തിയത്. പിന്നാലെ ഈ 2.5 ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ട്, മുഹമ്മദ് ബ്ലാത്തൂരിന്റെ മകൻ അജിനാസ് തനിക്ക് നൽകാനുണ്ട്, മർഷബ് തനിക്ക് നൽകാനുണ്ട് എന്നാണ് ഈ പരിക്കേറ്റ അജിനാസ് പറയുന്നത്. അങ്ങനെ ആ പണം നൽകുന്നതിന് വേണ്ടി, ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ആശുപത്രിയുടെ പരിസരത്തേക്ക് വരിക എന്നൊരു ധാരണയിലേക്ക് അവർ എത്തിയിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് ഇതിനെ ചൊല്ലി സംസാരമുണ്ടായി. പിന്നീട് അത് തർക്കത്തിലെയും സംഘർഷത്തിലേക്കും ഒക്കെയായി വഴിമാറി, അത് കൂട്ടത്തല്ലായി വഴിമാറി എന്നതാണ് പിന്നീട് സംഭവിച്ചത്. അതിൽ അജിനാസ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മർദ്ദനമേറ്റ അജിനാസ് ആരോപിക്കുന്നത് ഈ പണം സംബന്ധിച്ച സംസാരമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ പിന്നീട് പെട്ടെന്ന് മുഹമ്മദ് ബ്ലാത്തൂർ പ്രകോപിതനായി. മുഹമ്മദ് ബ്ലാത്തൂരിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന കുറച്ചധികം ആളുകളും യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഉൾപ്പെടുന്ന കുറച്ച് ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവർ ചേർന്ന് പിന്നീട് പിടിച്ചു വെച്ച് മർദ്ദിക്കുകയായിരുന്നു. തങ്ങൾ പ്രതിരോധിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം ചികിത്സ തേടി. ഓൺലൈൻ സാമ്പത്തിക ഇടപാട്, അവിടെയുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്ന് ബുക്ക് ചെയ്തതിൻ്റെ പണം, ഒപ്പം ട്രേഡിംഗ് ബിസിനസ്സിൽ നിക്ഷേപിച്ച തുക എന്നിവയടക്കം 2.5 ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ട്. അത് കുറേയധികം നാളുകളായി തിരിച്ചു കിട്ടിയിട്ടില്ല. അത് ആവശ്യപ്പെട്ട് തുടർച്ചയായി പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് മുഹമ്മദ് ബ്ലാത്തൂർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. അത് ചോദിക്കാൻ മാത്രമാണ് പോയത്. അതിൻ്റെ പേരിലാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നാണ് വിശദീകരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെ മുഹമ്മദ് ബ്ലാത്തൂരിനെ അടക്കമുള്ള അവരുടെ അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം, ഇത് നേരത്തെ ചില സംസാരിച്ചിരുന്നതാണ്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ആശുപത്രിയിൽ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്തിയതാണ് എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. പക്ഷേ മുഹമ്മദ് ബ്ലാത്തൂരിനെയും മകനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മർദ്ദനമേറ്റ അജിനാസും പിതാവ് അബൂബക്കറും ഉന്നയിക്കുന്നത്. ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമെതിരെയും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് തുടർ നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടുമില്ല. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.